നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് KT ജയകൃഷ്ണൻ മാസ്റ്ററെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുൻപിലിട്ട CPM വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ഇന്ന് 22 വർഷം. 1999 ഡിസംബർ 1 പാനൂർ ഈസ്റ്റ് മൊകേരി UP സ്കൂളിലെ ക്ലാസ് മുറിയിൽ വെച്ചാണ് CPMകാർ ജയകൃഷ്ണൻ മാസ്റ്ററെ കൊലപ്പെടുത്തിയത്. ബലിദാന ദിനത്തിൽ തന്നെ 2013 മറ്റൊരു BJP പ്രവർത്തകനായ വിനോദിനെയും CPMകാർ കൊലപ്പെടുത്തിയിരുന്നു. പാലക്കാട് അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയോടുള്ള സർക്കാർ അവഗണനയുടെ കൂടുതൽ തെളിവുകൾ വീണ്ടും പുറത്ത്. ആശുപത്രിക്ക് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് ചോദിച്ചാൽ പണമില്ല എന്ന് പറയുന്ന സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്വകാര്യ ആംബുലൻസുകൾക്കുൾപ്പെടെ ചെലവാക്കിയത് 35 ലക്ഷം രൂപ. കൂടാതെ കഴിഞ്ഞ 8 വർഷത്തിനിടെ ശിശുമരണം തടയാൻ 431 കോടി രൂപയാണ് സർക്കാർ ചെലവാക്കിയത്. എന്നിട്ടും 121 മരണങ്ങൾ ഉണ്ടായി. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. HIV ബാധിതർക്കും എയ്ഡ്സ് മൂലം ജീവൻ നഷ്ടമായവർക്കും പിന്തുണ നൽകുക എന്ന ആശയത്തോടെയാണ് എയ്ഡ്സ് ദിനം ആചരിക്കുന്നത്. വീണ്ടും ഒരു എയ്ഡ്സ് ദിനാചരണം എത്തുമ്പോൾ HIV ബാധിതനായി ഒരു കുട്ടി പോലും ജനിക്കരുതെന്ന ലക്ഷ്യമാണ് ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഗർഭിണികൾ അവരുടെ ഗർഭകാലത്തിൻ്റെ ആദ്യ 3 മാസ കാലയളവിൽ HIV പരിശോധനയ്ക്ക് വിധേയമാകണമെന്നാണ് ആരോഗ്യ വകുപ്പിൻ്റെ അഭ്യർത്ഥന. അനാസ്ഥയുടെ കേന്ദ്രമായ ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലെ പത്തനംതിട്ട ജനറൽ ആശുപത്രി. വൻ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത്. CPM നേതൃത്വത്തിലുള്ള സംഘടനയ്ക്ക് ആശുപത്രിക്കുള്ളിൽ എല്ലാ ചട്ടങ്ങളും ലംഘിച്ച മെഡിക്കൽ സ്റ്റോർ നിർമ്മിക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ആശുപത്രി അധികൃതർ. ആശുപത്രിയിലെ പല വാർഡുകളിലും യന്ത്രസാമഗ്രികളും വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കം സംബന്ധിച്ച വിവിധ ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും വാദം കേൾക്കും. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി പള്ളിത്തർക്ക വിഷയം പരിഹരിക്കണമെന്നാണ് കോടതിയുടെ നിലപാട്. പൂട്ടിക്കിടക്കുന്ന പള്ളികൾ തുറക്കാനും ഓർത്തഡോക്സ് വികാരിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനും കഴിഞ്ഞ ആഴ്ച കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. പള്ളിത്തർക്കം സംബന്ധിച്ച സുപ്രീം കോടതി വിധി അന്തിമമാണെന്നും വിട്ടുവീഴ്ചയില്ലാതെ വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കർശന നിലപാടെടുത്തിരുന്നു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് 10ഓളം പള്ളി കമ്മിറ്റികൾ നൽകിയ ഹർജികളാണ് കോടതിയുടെ മുന്നിലുള്ളത്. കോഴിക്കോട് ഹാഷിഷുമായി എക്സൈസ് പിടികൂടിയ MBBS വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ ഉന്നതതല ഇടപെടൽ നടന്നുവെന്ന ആരോപണം ശക്തമാകുന്നു. ക്രൈംബ്രാഞ്ച് ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ മകനായ നിർമ്മൽ നെൽസനെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ചെറിയ അളവിൽ മയക്കുമരുന്ന് പിടികൂടിയാൽ പോലും സ്റ്റേഷൻ ജാമ്യം നൽകരുതെന്ന എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം അവഗണിച്ചാണ് വിദ്യാർത്ഥിയെ വിട്ടയച്ചതെന്നും ആരോപണമുണ്ട്. കട്ടപ്പന ഉപവിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് റെക്കോർഡ് റൂം ഇനിയും അകലെ. മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കട്ടപ്പന ഉപവിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൻ്റെ റെക്കോർഡ് റൂം പ്രവർത്തിക്കുന്നത് ജനറേറ്റർ മുറിയിലാണ്. ഈ മുറിയിലാണ് അധ്യാപകരുടെയും മറ്റ് നിയമനങ്ങളുടെയും സുപ്രധാന ഫയലുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. കൊറോണയുടെ വകഭേദത്തിൽ രാജ്യം ജാഗ്രത തുടരുമ്പോൾ തലപ്പാടി അതിർത്തിയിലെ കൊറോണ പരിശോധനാ കേന്ദ്രം കേരളം പൂട്ടി. അതേസമയം തലപ്പാടി അതിർത്തിയിൽ കർണാടക പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. മോഷ്ടാക്കളെ ഭയന്ന് കച്ചവടം ചെയ്യുകയാണ് മലപ്പുറം ചങ്ങരംകുളത്ത് വ്യാപാരികൾ. ഒരു മാസത്തിനിടെ മാത്രം 4ലേറെ മോഷണമാണ് വിവിധ കടകളിലായി ഇവിടെ ഉണ്ടായത്. കട കുത്തിത്തുറന്നുള്ള മോഷണമാണ് പതിവാകുന്നത്.
വയനാട് ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ഷൈജൽ. കൽപ്പറ്റയിൽ T സിദ്ദിഖിനെ തോൽപ്പിക്കാൻ ലീഗിലെ ഒരു വിഭാഗം ശ്രമിച്ചുവെന്നും ലീഗ് നേതൃത്വം കോടിക്കണക്കിന് രൂപ പ്രളയ ഫണ്ടിൽ നിന്നും തട്ടിയെടുത്തുവെന്നും ഷൈജൽ ആരോപിച്ചു. കോഴിക്കോട് കടലുണ്ടിയിൽ അമൃതം പൊടിയിൽ നിന്നും കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി പരാതി. പരിശോധനയിൽ പൊടിയിൽ നിന്നും അണുബാധ കണ്ടെത്തി. കളക്ടർക്കും ആരോഗ്യ വിഭാഗത്തിനും രക്ഷിതാക്കൾ പരാതി നൽകി. ശബരിമലയിൽ കൂടുതൽ ഇളവുകൾ നൽകുന്ന കാര്യം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. വെർച്വൽ ക്യൂ ഒഴിവാക്കി കൂടുതൽ ഭക്തർക്ക് പ്രവേശനവും 12 മണിക്കൂർ വിരിവയ്ക്കാൻ അനുവാദവും നൽകണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം. ശബരിമല തീർത്ഥാടനത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. തീർത്ഥാടനം 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ശബരിമല ADM അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ വൈകിട്ട് 4-ന് സന്നിധാനത്ത് യോഗം ചേരുക. തീർത്ഥാടനത്തിന് കൂടുതൽ ഇളവ് വേണമെന്ന് ദേവസ്വം ബോർഡ് യോഗത്തിൽ ഉന്നയിക്കും. ശബരിമലയിൽ ഹലാൽ ശർക്കര അയ്യപ്പന് നേദിക്കുന്നത് ഹിന്ദു ആചാരങ്ങൾക്കും ഭക്തരുടെ വിശ്വാസത്തിനും എതിരാണെന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി D. പുരന്തേശ്വരി. വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന നടപടിയാണ് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ഹിന്ദു ക്ഷേത്ര ഭരണം വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്നും പുരന്തേശ്വരി പറഞ്ഞു. ശബരിമല വെർച്വൽ ക്യൂ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കോടതി നിർദ്ദേശപ്രകാരം ആരംഭിച്ച സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളിലെ പ്രവർത്തനം സംബന്ധിച്ച വിവരങ്ങൾ ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മിക്ക സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളിലും കാര്യമായ പ്രതികരണമില്ലെന്നാണ് ദേവസ്വം അറിയിച്ചിട്ടുള്ളത്. മലബാർ മേഖലയിലെ തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിങ്ങിനായി കേന്ദ്രം ഒരുക്കുന്നതിനാവശ്യമായ പരിശീലനമടക്കം നൽകാമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു. ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, PG അജിത് കുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. അയ്യന്റെ പൂങ്കാവനത്തെ പ്ലാസ്റ്റിക് വിമുക്തമാക്കി പരമപവിത്രമായി സംരക്ഷിക്കുക ലക്ഷ്യവുമായി ആരംഭിച്ച പുണ്യം പൂങ്കാവനം പദ്ധതി ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ട്. കഴിഞ്ഞ 10 വർഷത്തിന് ഉള്ളിൽ സന്നിധാനത്തേക്കുള്ള പ്ലാസ്റ്റിക്കിന്റെ വരവിനെ കുറയ്ക്കാൻ ഇതിലൂടെ സാധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പദ്ധതിയെ പ്രശംസിച്ചിട്ടുണ്ട്. അന്നദാന പ്രഭുവായ സ്വാമി അയ്യപ്പന്റെ മുന്നിലെത്തി കുട്ടികൾക്ക് ചോറൂണ് നടത്താൻ നിരവധി ഭക്തരാണ് സന്നിധാനത്തെത്തുന്നത്. പ്രതിസന്ധി നിറഞ്ഞ ഈ കാലത്ത് സന്നിധാനത്തെത്തി കുരുന്നുകൾക്ക് ചോറൂണ് നടത്താൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയിലാണ് ഓരോ ഭക്തനും മലയിറങ്ങുന്നത്. ഒമിക്രോൺ ഭീഷണി നിലനിൽക്കുന്നില്ലെങ്കിലും കൊറോണയുടെ 3ാം തരംഗത്തോടനുബന്ധിച്ച നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ കടുപ്പിക്കാനൊരുങ്ങിയ സർക്കാർ വിദേശത്തു നിന്നും വിമാനത്താവളങ്ങളിലെത്തുന്നവരുടെ യാത്രാചരിത്രം കർശനമായി പരിശോധിക്കാനും 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കാനുമാണ് തീരുമാനം. വാക്സിൻ എടുക്കാത്ത സർക്കാർ ജീവനക്കാർക്ക് ഇന്നു മുതൽ സർക്കാർ സൗജന്യ ചികിത്സ നൽകില്ല. ഉദ്യോഗസ്ഥ അനാസ്ഥയിൽ താളം തെറ്റി ലൈഫ് പദ്ധതി. വീടിന് അർഹരായവരുടെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കാൻ സമയം അവസാനിച്ചിട്ടും പരിശോധന വൈകിപ്പിച്ച് സർക്കാർ. കൃഷി അസിസ്റ്റന്റ്മാരെ പരിശോധനയ്ക്ക് നിയോഗിച്ചെങ്കിലും നടപടികൾ പേപ്പറിൽ മാത്രമായി ഒതുങ്ങി. ഇടത് അനുകൂലികൾക്ക് വഴിവിട്ട് സഹായം നൽകാനെന്ന ആക്ഷേപവും ശക്തമാണ്.
കേരളത്തിനെതിരായ സമരങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ മുഖം രക്ഷിക്കാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ. പരിസ്ഥിതി ആഘാത പഠനം പോലും നടപ്പാക്കാത്ത പദ്ധതി സർക്കാർ നടപ്പാക്കുന്നത് സാമ്പത്തിക ലാഭം മുൻനിർത്തിയാണെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ന്യായീകരണത്തിനായി LDF സംസ്ഥാന വ്യാപകമായി ധർണ നടത്തിയത്. വാഹനങ്ങൾ നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തുന്നതിന് കൈക്കൂലി വാങ്ങിയ ജോയിന്റ് RTOയ്ക്ക് സസ്പെൻഷൻ. സാധാരണ വാനുകൾ ATMകളിലേക്ക് പണം കൊണ്ടുപോകുന്ന വാഹനങ്ങളായി രജിസ്റ്റർ ചെയ്യാനാണ് കൈക്കൂലി വാങ്ങിയത്. 11 ലക്ഷത്തിലേറെ രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് വിജിലൻസ് കേസ്. ഇനിയും കൊറോണ വാക്സിൻ എടുക്കാതെ മുങ്ങി നടക്കുന്നവരെ ഓർമ്മപ്പെടുത്താനും വാക്സിനേഷന് പ്രേരിപ്പിക്കാനും കേരളമൊട്ടാകെ സൈക്കിളിൽ സഞ്ചരിക്കുകയാണ് 2 ആൺകുട്ടികൾ. BVAX എന്ന പേരിലാണ് തങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വം ഇവർ നിറവേറ്റുന്നത്. ഇരുകൈകൾ കൊണ്ടും ഒരേ സമയം ചിത്രം വരച്ച് റെക്കോർഡുകൾ സ്വന്തമാക്കുകയാണ് കോഴിക്കോട് കടലുണ്ടി സ്വദേശി ദിൽഷ. ലോക്ക്ഡൗൺ കാലത്ത് തുടങ്ങിയ പരീക്ഷണം ഇപ്പോൾ പുതിയ നേട്ടങ്ങളിലേക്കുള്ള ചവിട്ടുപടിയായിരിക്കുകയാണ്. കൊച്ചിയിൽ കോടികളുടെ മയക്കുമരുന്ന് പിടികൂടിയ കേസുകളിൽ ഒന്നിൽ കുറ്റപത്രം തയ്യാറാകുന്നു. കാക്കനാട് വാഴക്കാലയിൽ നിന്നും 80 ഗ്രാം മയക്കുമരുന്നുമായി 5 പേർ പിടിയിലായ കേസിലാണ് കുറ്റപത്രം ഒരുങ്ങുന്നത്. പിടിയിലായവരിൽ ചിലരെ കേസിൽ നിന്നും ഒഴിവാക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കങ്ങൾ വിവാദമായിരുന്നു. ഇതേ സംഘത്തിൽ നിന്നും 2 കിലോയോളം മയക്കുമരുന്ന് പിടികൂടിയതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ കൊറോണ കാലത്ത് ജോലി ചെയ്ത താൽക്കാലിക ജീവനക്കാർക്ക് സർക്കാർ റിസ്ക് അലവൻസ് നൽകുന്നില്ലെന്ന് പരാതി. NHMൽ നിന്നും പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാർക്ക് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ആശുപത്രി അധികൃതർ നൽകുന്നില്ല. തൃശൂർ ജില്ലയിലെ മറ്റ് സർക്കാർ ആശുപത്രികൾ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ജോലി ചെയ്തവർക്കാണ് സർട്ടിഫിക്കറ്റ് നൽകാത്തത്. മുംബൈ ഭീകരാക്രമണത്തിൽ ജീവൻ ബലി നൽകിയ ധീര ജവാന്മാർക്ക് പ്രണാമം അർപ്പിച്ച് കാസർഗോഡ് നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണം തിരുവനന്തപുരത്ത് സമാപിച്ചു. ഭീകരവാദത്തിന് മുൻപിൽ ഒരിക്കലും ഭാരതം തല കുനിക്കില്ല എന്ന സന്ദേശവുമായാണ് ദീപശിഖ പ്രയാണം എല്ലാ ജില്ലകളിലൂടെയും കടന്നു വന്നത്. തിരുവനന്തപുരത്തെ സൈനിക കൂട്ടായ്മയായ സപ്ത ദീപശിഖ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിൻ്റെ മാതാവ് ചെല്ലത്തായിയെ ആദരിച്ചു. കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാതല നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ പുതിയ നിക്ഷേപ സാധ്യതകൾ ഉണ്ടായിട്ടുണ്ടെന്നും കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും MLA പറഞ്ഞു. അട്ടപ്പാടിയിലെ ആദിവാസി ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരമുണ്ടാക്കാൻ മന്ത്രിമാർ ഉന്നതതല യോഗം ചേരും. മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും യോഗം ചേരുക. മന്ത്രി K രാധാകൃഷ്ണൻ മുൻകൈയെടുത്ത് വിളിക്കുന്ന യോഗത്തിൽ എക്സൈസ് മന്ത്രി MV ഗോവിന്ദൻ, ധനമന്ത്രി KN ബാലഗോപാൽ, ആരോഗ്യമന്ത്രി വീണ ജോർജ്, ഭക്ഷ്യമന്ത്രി GR അനിൽ തുടങ്ങിയവരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും.
ഇഖാമ എക്സിറ്റ് റീ എൻട്രി വിസകൾ ജനുവരി 31 വരെ സൗജന്യമായി പുതുക്കി നൽകുന്നതിനുള്ള സൗദി ഭരണകൂടത്തിന്റെ തീരുമാനം ഇന്ത്യ ഉൾപ്പെടെ 17 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഏറെ പ്രയോജനകരമെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് വ്യക്തമാക്കി. ഇന്ത്യയെ കൂടാതെ ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, തുർക്കി, ലെബനൻ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് പ്രയോജനം ലഭിക്കുക. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിക്ക് താഴെ എത്തിയതോടെ തമിഴ്നാട് 5 ഷട്ടറുകൾ താഴ്ത്തി. അനുവദനീയമായ പരമാവധി സംഭരണ ശേഷിയിലെത്തിയതോടെ തമിഴ്നാട് 6 ഷട്ടറുകൾ ഉയർത്തിയിരുന്നു. ജലനിരപ്പ് 141.90 അടി ആയതോടെയാണ് 5 ഷട്ടറുകൾ താഴ്ത്തിയത്. നിലവിൽ ഒരു ഷട്ടർ 30 സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ 416 ഘനയടി ജലമാണ് ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുക്കിവിടുന്നത്. 2300 ഘനയടി ജലം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. ഇടുക്കി അണക്കെട്ടിൽ 2400.52 അടി വെള്ളമുണ്ട്. സംഭരണശേഷിയുടെ 96.97% ഇത്. 2403 അടിയാണ് പരമാവധി സംഭരണശേഷി. നെൽകൃഷിയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള സൂക്ഷ്മവള പ്രയോഗ രീതിയിലൂടെ പ്രദർശനം നടന്നു. പഴയന്നൂർ നീലച്ചിറ പാടത്താണ് ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തിയത്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭാസുര ഭക്ഷ്യഭദ്രത ഗോത്രവർഗ വനിതാ കൂട്ടായ്മയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് GGK ഫിലിപ്പ് നിർവഹിച്ചു. ഭക്ഷണത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയും സർക്കാരിൻ്റെയും വകുപ്പിൻ്റെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ അധ്യക്ഷത വഹിച്ചു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.